എടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾക്ക് വേണ്ടി പ്ലാച്ചിമട സമരത്തിന് ഇനി നീതി ലഭിച്ചില്ല. നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായാൽ മാത്രമേ പ്ലാച്ചിമട സമരത്തിന് നീതി ലഭിക്കുകയുള്ളൂ. കേരളത്തിലെ ജനകീയ സമരങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂ. നിർഭയമായ കടൽമേ ഞങ്ങളോടൊപ്പം പങ്കുചേരാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. പോരാട്ടാനുഭവം ഇനി നമ്മളുമായി പങ്കുവെക്കുന്നത് ശ്രീ മോൻസി പി. ഏതാണ്ട് കഴിഞ്ഞ ഒന്നിച്ചിലാനും വർഷമായി കേരളത്തിലെ പാതകൾ, ഒരുപക്ഷെ ഞങ്ങളൊക്കെ മുൻപ് പറഞ്ഞിരുന്നത് ദേശീയപാത സ്വകാര്യവൽക്കരിക്കരുത് എന്നാണ്. പക്ഷെ ഞങ്ങളത് മാറ്റം വരുത്താൻ കേരളത്തിലെ ആദ്യത്തെ ദേശീയപാതയുടെ ടോൾ പിരിവ് കേന്ദ്രമായിരുന്നു പാലിയേക്കരയിൽ തുടങ്ങാൻ തുടങ്ങിയത്. അത് അങ്കമാലി മുതൽ മണ്ണുത്തി വരെയുള്ള ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ നിലവാരമുള്ള റോഡാക്കി ഇന്ത്യയിലെ മുഴുവൻ ദേശീയപാതകളെയും മാറ്റണമെന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. അത് കേരളത്തിലെ ആദ്യത്തെ ടോൾ പാസ പാലിയേക്കരയിലാണ്. അവിടെ ആ പാതയ്ക്കെതിരെ, ടോളിനെതിരെ അതിശക്തമായ സമരം നടന്നു വരുമ്പോൾ ഇപ്പൊ നേരത്തെ വാസേട്ടൻ അവസാനം പറഞ്ഞു നിർത്തിയതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും നയപ്രഖ്യാപനത്തിലൂടെ ഗവർണറും ഇത് ദേശീയപാത മാത്രമല്ല, കേരളത്തിലെ എല്ലാ പാതകളും ഇനി BOT അടിസ്ഥാനത്തിൽ അതിന്റെ വികസനം നടത്തൂ എന്ന് വാശി പിടിച്ച് വലിയ പ്രഖ്യാപനവും പ്രചരണവുമായി രംഗത്തിറങ്ങിയിരിക്കുക. ഈ 112 ദിവസമായ നിശ്ചലകാല നിരാഹാര സമരം അവിടെ നടക്കുമ്പോൾ ഏതാണ്ട് ആഴ്ചയിൽ 3 വട്ടമെങ്കിലും മുഖ്യമന്ത്രി ആ വഴിയിലൂടെ കടന്നു പോകുന്നു. മറ്റു മന്ത്രിമാരാണെങ്കിൽ അരിച്ചാൻ ചാരിച്ചതുപോലെ പോകുന്നു. ആ സമരം എന്താണെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഭരിക്കുന്നയാളുകൾ മെനക്കെടുന്നില്ല, മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ ജനപ്രതിനിധികളും മെനക്കെടുന്നില്ല. ഇവിടെ നേരത്തെ അവരൊക്കെ സൂചിപ്പിച്ചതുപോലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്തെ ജനകീയ വിഷയങ്ങളിൽ, ജനകീയ പ്രശ്നങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഇന്ന് കേരളം പച്ചയായി കാണുകയാണ്. ഞാനിപ്പോൾ ടോൾ സമരത്തിന്റെ അതിന്റെ മറ്റു വശങ്ങളോ അതിന്റെ രാഷ്ട്രീയമൊന്നും ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ടെന്ന് കരുതുന്നില്ല. പൊതുകാര്യങ്ങളിൽ ഇടപെടുന്ന, പരിസ്ഥിതി പ്രശ്നങ്ങളിൽ സജീവമായി സാന്നിധ്യം അറിയിക്കുന്ന ഒരുപാട് അനുഭവമുള്ള ആളുകളോട് സ്വാഭാവികമായും കേരളത്തിന്റെ പഴയകാല ചരിത്രമൊന്നും ഇവിടെ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നു. എന്തായാലും വലിയ പോരാട്ടങ്ങളിലൂടെയാണ് കേരളത്തിനകത്ത് സഞ്ചാര സ്വാതന്ത്ര്യം നേടിയത്. അങ്ങനെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയ കേരളത്തിൽ അവസാനം വേണുവേട്ടൻ പറഞ്ഞു നിർത്തിയതുപോലെ വികസനം എന്ന പേര് കേട്ടാൽ പേടിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ മാറ്റിയിട്ടുണ്ട്. ഈ ആഗോളവൽക്കരണ കാലഘട്ടത്തിനകത്ത് ലാഭം കൊയ്യാൻ ഏതൊക്കെ മേഖലയെ പരുവപ്പെടുത്തിയെടുക്കാം, അത് നമ്മളറിയാതെ നമ്മൾക്ക് മുമ്പേ ഭംഗിയായി ചെയ്തു വയ്ക്കും. റോഡുകൾ നന്നാക്കേണ്ടതാണെന്ന, അല്ലെങ്കിൽ എന്ത് വില കൊടുത്തും റോഡുകൾ നല്ല റോഡുകളാക്കണം എന്ന് ജനങ്ങളോട് പറയിക്കാവുന്ന പരുവത്തിലേക്ക് ആ മേഖലയെ, പശ്ചാത്തല മേഖല മുഴുവൻ മാറ്റി. എന്ന് പറഞ്ഞാൽ നിലവിലുണ്ടായിരുന്ന PWD സംവിധാനങ്ങൾ കൃത്യമായി അവരുടെ കർത്തവ്യം നിർവഹിച്ചു പോകുന്നില്ല. ഇപ്പോ വാസേട്ടൻ ഇവിടെ കഴിഞ്ഞ 10 ചില്ലാനം വർഷമായി ഈ മാലിന്യ മുക്ത ജില്ലയാക്കുന്നതിന് വേണ്ട വലിയ സമരം നടക്കുമ്പോൾ എനിക്കൊരു ചെറിയ പേടിയില്ല. സമരം നടത്തുന്നതുകൊണ്ടല്ല പേടി. ഈ സമരത്തിന്റെയൊക്കെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇനി മാലിന്യങ്ങളെ ഒഴിവാക്കാൻ ഒരു വലിയ പ്ലാന്റ്, അതിനുവേണ്ടി എത്രായിരം കോടി രൂപയുടെ പദ്ധതിയാണാവോ ഇനി ഈ ജില്ലയ്ക്കകത്തെ ആളുകളുടെ തലയിൽ വന്ന് വീഴാൻ പോകുന്നു. അത്രയും വരെ ഇത് ഈ പ്രശ്നങ്ങളെ വലിച്ചു നീട്ടി കൊണ്ടുപോകും. അങ്ങനെ മുഴുവൻ ആളുകളും എന്ത് തന്നെയായാലും ഇനി നമുക്ക് എത്ര കോടി ചെലവ് വന്നാലും ഈ മാലിന്യ വിമുക്തമാക്കണം എന്ന ഒരു ബോധം നമ്മളെ കൊണ്ട് തന്നെ ഉണ്ടാക്കി. അപ്പൊ നമ്മൾ തന്നെ സമരക്കാരും നമ്മൾ തന്നെ പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയുണ്ടാവും. ഞാനിത് അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. ഇപ്പൊ അവിടെ സമരം നടക്കുമ്പോൾ അതിനെതിരെ, സമരത്തിനെതിരെ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നല്ല റോഡാക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല റോഡാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ആർക്കും പോയി പരിശോധിക്കാം.
അന്തർദേശീയ നിലവാരം പോയിട്ട് സാധാരണ നിലവാരം പോലും ഇല്ല. ഒരു മഴ പെയ്താൽ ആ വഴിയിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല, വഞ്ചി ഇറക്കേണ്ടി വരും. മനുഷ്യന് നടന്നു പോകാനുള്ള സൗകര്യം അവിടെ ഇല്ല, ഒരു സൗകര്യവുമില്ല. ലൈറ്റ് മണ്ണുത്തി മുതൽ അങ്കമാലി വരെ പ്ലാസയുടെ ചുറ്റുവട്ടത്തുള്ള ലൈറ്റ് ഒഴികെ വേറെ ഒന്നും കത്തുന്നില്ല. എലിമിനേറ്റഡ് ഹൈവേ എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാനത് മുഴുവനൊന്നും പഠിച്ചിട്ടില്ല, എങ്കിൽ പോലും ദേശീയപാതയിൽ പ്രഥമ പരിഗണന നടന്നു പോകുന്ന കാൽനടക്കാരായ മനുഷ്യർക്കാണ്, അതിനുശേഷം മൃഗങ്ങൾക്കാണ്, അതിനുശേഷം വാഹനങ്ങളുള്ളൂ. ഇവിടെ അന്തർദേശീയ നിലവാരത്തിൽ നമ്മുടെ ദേശീയപാത പുനരുദ്ധരിച്ചപ്പോൾ അതിവേഗ വാഹനങ്ങൾക്ക് പോകാൻ മാത്രമായി അത് സൗകര്യപ്പെടുത്തി. ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ പരിഷത്തിന്റെ പ്രവർത്തകർ അതിന്റെ വിവരാവകാശ നിയമം അനുസരിച്ച് എഴുതി ചോദിച്ചപ്പോൾ കിട്ടിയ കണക്ക്, ഈ റോഡ് പുതുക്കി പണിത് സഞ്ചരിച്ചു തുടങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 4 മാസത്തിനിടയ്ക്ക് എടുത്ത കണക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാൾ 140 ഇരട്ടി, 140% വർധനവ് അപകടങ്ങളുടെ. അതിൽ മരണപ്പെടുന്നത് ഇരട്ടിയാണ്. മുൻപ് അപകടമുണ്ടായാൽ ഒരു പക്ഷേ രക്ഷപ്പെടാം എന്നൊരു സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ ഓൺ സ്പോട്ടിൽ മരിച്ചു പോവുക. അത്ര ഭീകരമായ റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കും. ഞാനിത് ഇത്ര പറഞ്ഞത്, ഇന്നും ഈ റോഡ് നമുക്ക് ആവശ്യമല്ലേ? നല്ല റോഡ് ഉണ്ടാക്കിയാൽ പണം കൊടുക്കണ്ടേ? സർക്കാരിന്റെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ടല്ലേ? ഈ ന്യായം പറയുന്നത് മന്ത്രിയോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ അല്ല. ഇതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾ തന്നെ ഇതിനെതിരെ വർത്തമാനം പറയുന്ന പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ മുൻപുള്ള ആൾ, ഇപ്പോഴുള്ള ആളുകൾ അങ്ങനെ പറയണമെന്ന് അറിയില്ല. ആഗ്രഹത്തിനപ്പുറത്ത് ആ സമരം വളർന്നു പോകുന്നുമുണ്ട്. അതിനകത്ത് സഹകരിച്ച, അതിലിടപെട്ട ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരും ആ പന്തലിൽ വന്ന് കണ്ടവരായി എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവരോടും നന്ദി പ്രകാശിപ്പിക്കുന്നതോടൊപ്പം കൂടുതൽ കരുത്തോടെ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും എല്ലാവരുടെ സഹായ സഹകരണം ഉണ്ടാകണം. വലിയ രൂപത്തിലുള്ള സമരങ്ങൾ മുഴുവൻ ജനങ്ങളെയും തെരുവിലിറക്കിക്കൊണ്ട് ഒരുപക്ഷെ സർക്കാരിനെയും ഭരണകൂടത്തെയും നിശ്ചലമാക്കുന്ന സമരത്തിലേക്ക് കൂടിപ്പോയാലേ ഇത്തരം ജനകീയ പ്രതിരോധങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയൂ, അവകാശങ്ങളെ സംരക്ഷിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഇത്തരം സമരങ്ങളെ പറ്റി ചർച്ച നടത്തി പോകുമ്പോൾ, അത് വിശദീകരിച്ചു പോകുമ്പോൾ അതിനകത്ത് ഐക്യപ്പെടാൻ ഏതൊക്കെ മേഖലയിൽ ഇടപെടാൻ കഴിയും എന്ന കാര്യത്തിൽ കൂടി ഒരു ആലോചന നടത്തണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ച് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. ശ്രീ SP രവി ഇനി നമ്മളോട് സംസാരിക്കുന്നു. അത് നടക്കുന്നത് അവിടെയുള്ള നിറ്റ ജലാജൻ കമ്പനിക്കെതിരായിട്ടുള്ള സമരം തന്നെയാണ്. പക്ഷെ അതിനപ്പുറം ഇത് പുഴകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു, അല്ലെങ്കിൽ സമരമാണ്, ആയിരുന്നു എന്നല്ല. അതിരപ്പള്ളി സമരത്തിന്റെ ഭാഗമായി തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് കേരളത്തിൽ ഇനി നഷ്ടപ്പെടാൻ കാടുകളില്ല എന്നുള്ള ഒരു വിഷയം. 100 കൊല്ലം മുമ്പ് കേരളത്തിന്റെ 50% വനഭൂമി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് സ്വാഭാവിക വനമായിട്ട് അവശേഷിക്കുന്ന 5-6% മാത്രം. നമുക്കിനി നഷ്ടപ്പെടാൻ ഒരു തുണ്ട് കാട് പോലും ഇല്ല എന്ന് മാത്രമല്ല, ഇനിയും നഷ്ടപ്പെട്ട കാട് നമുക്ക് തിരിച്ചു പിടിക്കേണ്ട ആവശ്യമുണ്ട്. കാട് മാത്രമല്ല, നമ്മുടെ കാട്, പുഴ, അതുപോലെ തന്നെ നെൽപ്പാടങ്ങൾ, നമ്മുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതി വിഭവങ്ങളെ ഓരോന്നിനെയും തിരിച്ച് അടിയന്തരമായി പിടിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി കേരളത്തിൽ കാടുകൾ നഷ്ടപ്പെടാനില്ല എന്ന് പറയാനാണ് അതിരപ്പള്ളി സമരം ശ്രദ്ധിച്ചത്. അതുപോലെ തന്നെ പുഴകൾക്ക് അവകാശങ്ങളുണ്ട്, പുഴകൾക്ക് ഒഴുകാനുള്ള അവകാശമുണ്ട്. അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ധർമ്മം അത് തന്നെയാണ് അവരുടെ അവകാശം. പുഴയ്ക്ക് ഒഴുകാനുള്ള അവകാശമുണ്ട്, അതിനെ തടയാൻ ആർക്കും അധികാരമില്ല എന്ന് പറയാനാണ് അതിരപ്പള്ളി സമരം ശ്രമിച്ചത്. അതുപോലെ തന്നെ ഒരു ജലവൈദ്യുത പദ്ധതിയാണ് അവിടെ നടപ്പാക്കാൻ ശ്രമിച്ചത്. ഈ അതിരപ്പള്ളിയിലായാലും അതുപോലെ തന്നെ ചീമേനിയിലായാലും ഇന്ന് കുടംകുളത്തായാലും വൻകിട വൈദ്യുത പദ്ധതികൾക്ക് വേണ്ടി നടക്കുന്ന സമരങ്ങൾ ഒരിക്കലും നമ്മുടെ നാടിന്റെ ഈ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതല്ല ഇത്തരം പദ്ധതികളുടെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ പലപ്പോഴും നമുക്കെല്ലാം സംശയം ലക്ഷ്യങ്ങൾ പലതുമാണ് എന്നുണ്ടെങ്കിലും ഇതല്ലാതെ മറ്റു മാർഗങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ്. സത്യത്തിൽ നിരവധി സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് കൂടി ചൂണ്ടിക്കാണിക്കാനായിട്ട് ഈ അതിരപ്പള്ളിയിലെ വാസ്തവത്തിൽ സമരത്തിന്റെ പല ഘട്ടങ്ങളിൽ 2008 മുതൽ 1 വർഷത്തിലധികം തുടർച്ചയായിട്ട് സത്യാഗ്രഹം നടന്ന സമയത്ത് അന്ന് വിവിധ സംഘടനകളാണ്, ഓരോ ദിവസവും ഓരോ സംഘടനകളിൽപ്പെട്ട ആൾക്കാരാണ് അവിടെ സത്യാഗ്രഹത്തിന് വന്നിരുന്നത്. ആ സത്യാഗ്രഹത്തിന് വരുന്ന ആൾക്കാരോട് ഇത്തരം കാര്യങ്ങളെല്ലാം സംവദിക്കാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഞങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഇത്
ഇതിന്റെ ഒരു എന്താ പറയാ, ഇത് ഉന്നയിക്കുന്ന ഓരോ വിഷയങ്ങളും, ഇന്ന് പല വിഷയങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഈ മറ്റ് ഈ പലരും ഉന്നയിച്ചത്. പാലേക്കര നടക്കുന്ന സമരം കേരളം മുഴുവൻ ഏറ്റെടുക്കേണ്ട സമയം പണ്ടേ അതിക്രമിച്ചതാണ്. ഏറ്റവും പ്രസക്തമായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സ്വാതന്ത്ര്യത്തിന്റെ, സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ സമരമാണ്. ലാലൂരാണെങ്കിൽ മറ്റൊരു വലിയ വിഷയം, കേരളം ഇന്ന് നേരിടുന്ന ഒരു വലിയ വിഷയത്തെക്കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അത്തരത്തിൽ ഓരോ ഈ സമരങ്ങളും, ആ സമരമുഖത്തുള്ള ആളുകൾ അവിടുത്തെ ഈ സമരം കൊണ്ടു നടക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു വിശാലമായിട്ടുള്ള അർത്ഥത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപക്ഷെ നേരെ സമരത്തിൽ നിൽക്കുന്നവർക്ക് കഴിയുന്നുണ്ടാവില്ല. മറ്റുള്ളവർ അതിനനുസരിച്ചുള്ള ഒരു ശ്രമങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ തോന്നുന്നത്. നമ്മൾ ഈ എന്താ പറയുക, ഒരു വിഭവങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. വരും തലമുറകളുടെ അവർക്ക് അവകാശപ്പെട്ട വിഭവങ്ങൾ ഓരോന്നായി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് പുഴകളായാലും കാടുകളായാലും നെൽപ്പാടങ്ങളായാലും ഭൂമിക്കടിയിലുള്ള വിഭവങ്ങളായാലും ഓരോന്നായിട്ട് നമ്മൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ വരും തലമുറകളിൽ നിന്നും അവരുടെ വിഭവങ്ങൾ മുഴുവൻ കൊള്ള ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രകൃതിയെ നശിപ്പിക്കുന്ന വഴി ഒരു ഭൂമിയുടെ തന്നെ നിലനിൽപ്പിനെ ചോദ്യ ചിഹ്നമാക്കി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരുപക്ഷെ മനുഷ്യൻ നാളെ ഇല്ലാതായി കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷെ മനുഷ്യന്റെ കൂടെ മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് ഇല്ലാതാകുന്ന മറ്റു ജീവജാലങ്ങളെ അവരില്ലാതാകുന്നതിന്റെ ഉത്തരവാദികൾ നമ്മളാകുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ കൊലയാളികളാവുകയാണ്. അപ്പൊ ഈ ഒരു വാക്കുകളോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട്, സമയം വളരെ വൈകിയിരിക്കുന്ന അടുത്ത സെഷനുള്ള ആളുകളെല്ലാം എത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചതിന്റെ സംഘാടകരോട്, അതിനെന്നെ ക്ഷണിച്ചതിന്റെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് അവരോട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് സംസാരിക്കുന്നത് ശ്രീ CF ജോൺ. സുഹൃത്തുക്കളെ, മറ്റു നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവിടുത്തെ ദ്രവമാലിന്യം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തീട്ടം, ലോഡ്ജുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും അവർക്ക് ആവശ്യമായ, ഉറവിടത്തിൽ സംസ്കരിക്കാൻ ആവശ്യമായ വലിപ്പത്തിലുള്ളതും പ്രവർത്തിക്കുന്നതുമായി സെപ്റ്റിക് ടാങ്ക് ഇല്ലാത്തതുകൊണ്ട് ആദ്യം കാനകളിലേക്കും പിന്നീട് നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന ഒരു വലിയ തോടെന്ന് പറയുന്നതിലൂടെയും ഒഴുകിപ്പോകുന്നു. ഫലം, ഗുരുവായൂരുടെ നിവാസികളുടെ വീട്ടുകിണറുകളിൽ തീട്ടം കിണരുന്നു. സ്വന്തം വീട്ടുകിണറിൽ നിന്ന് തീട്ടവെള്ളം കോരി കുടിക്കുന്നു. അവിടെ സന്ദർശിക്കുന്നവരാകട്ടെ ആ തീട്ടവെള്ളത്തിൽ തയ്യാർ ചെയ്ത സദ്യയും ചായയും പായസം പോലും കഴിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നത്തെക്കുറിച്ചൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട അയ്യപ്പേട്ടനുമായിട്ട് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്. അതിനിടയിൽ ഒരു നിത്യചൈതന്യയെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ലല്ലോ. അദ്ദേഹം ഗുരുവായൂരിലുള്ള ഒരാൾക്ക് സുനിൽ ബാലകൃഷ്ണൻ എഴുതിയ എഴുത്ത്, ആകെ 10 വാചകമേ ഉള്ളൂ, അത് വായിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ സുനിൽ ബാലകൃഷ്ണന്, സുഹൃത്തുക്കളെ, നിങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിരന്തര സമ്പർക്കത്തിൽ കഴിയുന്ന ജ്യോതിസുകളല്ലേ? എന്നിട്ടും എന്റെ ഈ വിലാപം, ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തിൽ കൂടി ഒരിക്കൽ പോകേണ്ടി വന്നപ്പോൾ മൂക്കിലേക്ക് അടിച്ചു കയറി വന്ന മനുഷ്യമൂത്രത്തിന്റെ നാറ്റവും വഴിയോരങ്ങളിലെല്ലാം നിറച്ചു വച്ചിരുന്ന ദൃശ്യങ്ങളും കൊണ്ട് വിഷമിക്കുകയാൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ഗുരുവായൂരിൽ ജീവിക്കുന്നവർക്ക് കഷ്ടം. നിങ്ങൾ മറ്റ് സാംസ്കാരികതകൾ കൈക്കൊണ്ടുവരുന്നതിന് മുമ്പ് ആ പട്ടണത്തിൽ മലമൂത്രങ്ങളുടെ ന്യായമായ ശുദ്ധീകരണ പ്രക്രിയകൾക്ക് വേണ്ടി അവിടുത്തെ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ദൈവികത തുടങ്ങുന്നത് ശുദ്ധിയിൽ നിന്നാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണം. എനിക്ക് ഈ ഒരിക്കൽ പോലും ഗുരുവായൂർ കാണാൻ ആഗ്രഹമില്ല. നിങ്ങളോടൊക്കെ എനിക്ക് വലിയ അനുകമ്പയാണ് തോന്നുന്നത്. ഗുരുവായൂരപ്പനോട് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹമായിരിക്കണമല്ലോ ആദ്യം ശ്വാസം മുട്ടി ചത്തത്. സ്നേഹത്തോടെ നിത്യചൈതന്യ യതി 26/11/1997. ശ്രീ ജോഷി കണ്ടാളശ്ശേരി. നേതാക്കളെയും സദസ്സിലെ പ്രിയ സുഹൃത്തുക്കളെയും, നിങ്ങൾ കോവിൽ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ നാട്ടിലെ
അയ്യപ്പേട്ടൻ എന്ന് വിളിക്കുന്ന ആ വ്യക്തിയുടെ നാട്ടിലെ സമരത്തിന്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ 30 വർഷക്കാലത്തിൽ കൂടുതലായി ജലം വിറ്റുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള പലർക്കും ഞങ്ങൾ പരാതി കൊടുക്കുകയുണ്ടായി. 1999 7 പരാതി പഞ്ചായത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു. യാതൊരു ഫലവും കണ്ടില്ല. 2009 ആയപ്പോൾ 17 പേരുടെ പരാതി നമ്മൾ വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റ് മുഖാന്തരം ജില്ലാ കളക്ടർക്ക് കൈമാറി. അതിനും ഒരു ഫലവും കണ്ടില്ല. 30 വർഷക്കാലമായി വെള്ളം ഊറ്റിക്കൊണ്ടുപോയിരുന്ന കൃഷിയെയും കവുങ്ങിനും തെങ്ങിനും നനയ്ക്കാൻ വെള്ളമില്ലാത്ത അവിടുത്തെ ജനങ്ങൾ ഭയങ്കര പ്രതിസന്ധിയിലാണ്. എന്നിട്ടും ഈ രാഷ്ട്രീയക്കാരോ ഭരണാധികാരോ എല്ലാം ജനമാഫിയക്ക് ഒപ്പമാണ് അവിടെ കൂട്ടുനിൽക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ അവരുടെ സമ്പത്ത് അത്രയും അധികമാണ്. ആ നാട്ടിന്റെ ദുഃഖത്തെ കാണാൻ അവിടെ ആരുണ്ടായിരുന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് ഒരു സമരവേദി ഉണ്ടാക്കി. ആ സമരവേദി ഉണ്ടാക്കി സമരം ചെയ്തപ്പോൾ MLA ഇടപെടുകയുണ്ടായി. MLA ഇടപെട്ടിട്ട് 2 ലൈസൻസാണ് ഈ വെള്ളക്കച്ചവടത്തിന് വേണ്ടി പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത്. ഈ 2 ലൈസൻസിനും കൂടി പുറത്തേക്ക് 5 ലോഡ് വെള്ളം കൊടുക്കാമെന്ന് MLA വാക്ക് തരികയും പഞ്ചായത്തിന് അകത്ത് ആവശ്യാനുസരണം വെള്ളം സപ്ലൈ ചെയ്യാമെന്നും കരാറുകാരനായ PL ജോണിന് വാക്കുകൊടുത്തു. എന്നിട്ടും നിർബാധം വെള്ളം കൊണ്ടുവന്നുകൊണ്ടപ്പോൾ സമരസമിതിയിലെ അംഗങ്ങൾ പോയി ജോണിനെ അത് ഓർമ്മിപ്പിച്ചപ്പോൾ 5 വാക്കുകൾ ചേർത്തുകൊണ്ടാണ് അവരുടെ പേരിൽ കേസെടുത്തത്. ഇത് ചെന്ന് നമ്മൾ MLA അറിയിച്ചപ്പോൾ അവർക്ക് യാതൊരു അറിയിപ്പും ഉണ്ടായില്ല. വീണ്ടും നമ്മൾ ഇതിന് സമരങ്ങളായി മുന്നോട്ട് പോവുകയും പഞ്ചായത്തിലെ വിസിറ്റിംഗ് ഗാലറിയിൽ മീറ്റിംഗ് കേൾക്കാൻ കയറിയിരിക്കുകയും മീറ്റിംഗ് കേട്ടപ്പോൾ അന്നത്തെ ദിവസം ഈ ലൈസൻസ് വീണ്ടും പുതുക്കി കൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയുമാണ് ഉണ്ടായത്. ഇപ്പോൾ കണ്ണാശ്ശേരി പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അങ്ങനെ പഞ്ചായത്ത് മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങി കൈകോർത്തുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചപ്പോൾ സമരസമിതിയിലെ അംഗങ്ങൾക്കുണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ സ്ത്രീ പീഡന കേസുകളാണ് ഉണ്ടായത്. പഞ്ചായത്ത് പ്രസിഡന്റിന് മാനസികമായി മാറിൽ പിടിച്ച് തള്ളി പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്ത്രീക്ക് അപമാനമാകും വിധത്തിൽ മാറിൽ പിടിച്ച് തള്ളി എന്നാണ് സമരസമിതിയിലെ അംഗങ്ങളുടെ പേര് കേസെടുത്തത്. പിന്നെയും 7 വകുപ്പുകൾ. എന്നിട്ട് നിങ്ങളെ അവിടെ റിമൈൻഡിലാക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഇവരുടെ സമരത്തിനെ പൊളിക്കുവാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ കരുനീക്കം. എന്നാലും നിങ്ങൾ തളരുന്നില്ല. ഏതറ്റം വരെയും നിങ്ങൾ ഈ സമരത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ തയ്യാറാണ്. അതിനായി നിങ്ങളുടെ എല്ലാവരെയും സഹായ സഹകരണങ്ങളും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സമര നേതാക്കന്മാരുമായി ഈ വേദിയിൽ കുറച്ചു നേരം പങ്കിടുവാൻ അവസരം തന്ന കോൺഗ്രസ് സംഘാടക സമിതികൾ പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. 2 വർഷമായി നമ്മുടെ നിന്ന് പിരിഞ്ഞുപോയ അയ്യപ്പേട്ടന്റെ മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സമ്മേളനത്തിന് നന്ദി പറയാൻ സംഘാടക സമിതി പ്രവർത്തകർ സാബുജൻ. വേദിയിലെ സമര നേതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ആൽബർട്ട് കാമ്യു ഒരിക്കൽ പറയുകയുണ്ടായി, ഇൻ ഓർഡർ ടു എക്സിസ്റ്റ് മാൻ മസ്റ്റ് റിബൽ. നിലനിൽപ്പിന് വേണ്ടി മനുഷ്യൻ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. അത്തരത്തിലുള്ള യുദ്ധ പോരാളികളാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഉച്ചനീചത്തിനെതിരെ, ഭരണകൂട നിഷ്ക്രിയത്വത്തിനെതിരെ, നിയമവ്യവസ്ഥ നോക്കുകുത്തികൾ ആയിരിക്കുമ്പോഴും ഭരണകൂടത്തിന് മനുഷ്യമുഖം നഷ്ടപ്പെടുമ്പോഴും ഇത്തരത്തിലുള്ള മഹാരഥന്മാർ ഉയർത്തി നിൽക്കുന്നു. അധികം നീട്ടുന്നില്ല. മനുഷ്യ കൂട്ടായ്മകളെ സൃഷ്ടിക്കുന്നത് ഇത്തരത്തിലുള്ള ഓരോ മനുഷ്യന്റെയും പോരാട്ടങ്ങളിലൂടെയാണ്. ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. യഥാർത്ഥത്തിൽ ഈ 2 മുന്നണികളുടെയും കൂടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഘം അവരത് ഉണ്ടാക്കി ആ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അവരിൽ നിന്നും തന്നെ ചില ആളുകൾ അതെല്ലാം കോടതിയിൽ പോയിട്ട് ഇത് ഞങ്ങളുടെ വിജയമാണെന്നുള്ള തരത്തിൽ ആക്കി മാറ്റിയിരിക്കുന്നു. ഇതൊക്കെ ഇത്തരം സംഭവങ്ങൾ വളരെ കൃത്യമായി രേഖകളിലൂടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് എന്താണ് നടക്കുന്നതിനെ കുറിച്ച് അവർ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി നാം ഉപയോഗിക്കുന്നു.
ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ സമരങ്ങളിൽ ചിലതൊക്കെ യഥാർത്ഥത്തിൽ പഴയ കാലത്ത് നടന്ന സംഭവങ്ങളുടെ ഒരു തുടർച്ചയാണ്. ഭൂമിക്ക് വേണ്ടിയുള്ള സമരം, ഭൂരഹിതരുടെ സമരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ട, വിജയമാണെന്ന് കുട്ടിഘോഷിച്ച് നടക്കുന്ന, പക്ഷെ യഥാർത്ഥത്തിൽ പരാജയമായിരുന്ന ഭൂപരിഷ്കരണത്തിന്റെ ഒരു വാക്കുള്ള ഒരു വിഭാഗമാണ്. ഇതിന്റെ ഉപജീവനം നടത്താനുള്ളതല്ല, മോഹങ്ങൾ അവർ ഭൂമിയിലാണ്. എല്ലാം പരിപാടികൾ ചെയ്തിട്ടുള്ള കർഷകരെയും കൃഷി വളരെ കുഞ്ഞൊന്നും കൊടുത്തില്ല അവരാണ്. പക്ഷെ കൊടുത്ത ഭൂമിയിൽ നിന്നും ഉപജീവനത്തിനുള്ള മാർഗം നേടിയെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കൃഷിയിൽ താല്പര്യമുള്ളവർക്ക് കൃഷിഭൂമി കൊടുത്താൽ കേരളത്തിൽ ഇനിയും കൃഷിക്ക് ഭാവിയുണ്ട് എന്നാണ്. മറ്റു ചില പ്രശ്നങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത് കേരളത്തിൽ കഴിഞ്ഞ 50-60 കൊല്ലക്കാലം ഇത് തിരുവനന്തപുരം പട്ടണത്തിന്റെ മലിന പ്രശ്നം പഠിച്ച് അതിന് പരിഹാരം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയതല്ല. ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞു, നിങ്ങളുടെ മാലിന്യങ്ങളെല്ലാം തന്നാൽ ഞാനത് പ്രോസസ് ചെയ്ത് വളമാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മുനിസിപ്പാലിറ്റി അയാൾ പറയുന്ന പറയും, മാലിന്യങ്ങൾ ദിവസവും എത്തിച്ചു കൊടുക്കാം എന്ന് കരാർ. ഒരു രാഷ്ട്രീയ പ്രശ്നം. നിശ്ചലമായി പോകുന്ന ജീവിതമുണ്ട്. ഒരർത്ഥത്തിൽ ഇവരും അരികു ചേർക്കപ്പെട്ടവർ. ഈ നിസ്സഹായ ജീവികളുടെ കഥ കൊരുത്ത കോവിലിന്റെ A-B പൊതുകാല വിചാരങ്ങളോട് ഒത്തുനിന്ന് നാടകക്കളരിയിൽ സർഗാത്മകമാകുന്നു. 3 ദിവസത്തെ കളരിയുടെ ഉൽപ്പന്നം സ്കൂൾ ഓഫ് ഡ്രാമയിലെ അധ്യാപകൻ ശ്രീജിത്ത് രമണൻ എന്ന ക്യാമ്പ് ഡയറക്ടറും രമേശ് വർമ്മയും ദേവേന്ദ്രനാഥ് ശങ്കരനാരായണനും ജയപ്രകാശ് കുളൂരും മനു ജോസും ശശിധരൻ നടുവിലും ശരണും ഒപ്പം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 30ഓളം നാടക പ്രവർത്തകരും ഒത്തുചേർന്ന് അഭ്യസിച്ച ലോകധർമ്മിതയുടെയും നാട്യധർമ്മിതയുടെയും ഒരു നേരിയ ഭൂപടം. അതായത് ശില്പശാലയിൽ രൂപപ്പെട്ട ചെറിയ ഒരു ഉൽപ്പന്നം തട്ടക പെരുമയ്ക്ക് മുന്നിൽ നാടകീയ സംഘർഷബദ്ധതയുടെ കഥാകാരനായ സാക്ഷാൽ കോവിലിന്റെ സ്മരണയ്ക്ക് മുന്നിൽ സമർപ്പിക്കുകയാണിപ്പോൾ ഈ പോസ്റ്റ് മോഡുലാർ ലാബിലൂടെ. ഞാനേറെ സ്നേഹിക്കുന്ന എഴുത്തുകാരനാണ് താങ്കൾ. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഗുരുവായൂരിനടുത്ത് ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ മറ്റം എന്ന ദേശത്താണ് എൻ്റെ വീട്. പേര് സുരേഷ്. ഞാനിപ്പോൾ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നു. ഇന്ത്യൻ ജനതയുടെ ജീവനും സ്വത്തിനും വേണ്ടി കാവൽ നിൽക്കുന്നതിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ സന്തോഷവാനാണ് ഞാൻ. പക്ഷേ വളരെ വേദനയോടാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. സർ, അങ്ങയുടെ നിർദ്ദേശപ്രകാരം ഗുവാഹട്ടി CRPF ക്യാമ്പ് പരിധിയിൽ നടന്ന 2 ജവാന്മാരുടെ മരണത്തെക്കുറിച്ച് അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ക്യാമ്പിൽ നിന്ന് 2 കിലോമീറ്റർ മാറി പോസ്റ്റ് ഓഫീസിനടുത്തുള്ള ചെറിയ വഴിയിലാണ് വെടിയേറ്റ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പ്രസിഡന്റിന് പഞ്ചായത്ത് കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നു എന്ന് കരുതട്ടെ. ഞാനിപ്പോൾ ഷില്ലോങ്ങിലാണ്. ഈ ഷില്ലോങ്ങിലെ മണ്ണ് നമ്മുടെ നാട്ടിലെ പോലെയാണ്. സ്നേഹിച്ചാൽ തീറ്റിച്ചങ്ങ് കൊല്ലും, വെറുപ്പിച്ചാലും മുടിപ്പിച്ചു കൊല്ലും. ഏതായാലും ഒരു പട്ടാളക്കാരനിലെ കർഷകനെ ഉണർത്താൻ പറ്റുന്ന മണ്ണാണ് ഷില്ലോങ് എന്ന് ഞാൻ മനസ്സിലാക്കി. എതിർ പട്ടാളക്കാരുടെ തോക്കിൽ നിന്ന് ഒരു വെടിയുണ്ട എന്നെങ്കിലും എന്റെ ജീവൻ അപഹരിക്കുമെന്ന തിരിച്ചറിവ് എനിക്കുണ്ട്. പക്ഷേ എന്റെ ഹൃദയത്തെ കുത്തിനോവിക്കുന്നത് മറ്റൊന്നാണ്.
100% സാക്ഷരത വരിച്ചു എന്ന് നാം കണക്കുകൾ നിരത്തുന്ന, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നാം ഈറ്റില്ലം കൊള്ളുന്ന കേരളത്തെ കുറിച്ചാണ് എന്റെ വേദന. ഇവർ ക്യാമ്പിലെ ഒരേ മുറിയിലെ താമസക്കാരായിരുന്നു. നാട്ടിൽ നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് ഇവർ കലഹിച്ചിരുന്നു എന്ന് ക്യാമ്പിലെ മറ്റു പട്ടാളക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. ഒരാളുടെ രക്തത്തിന് ചുവപ്പ് നഷ്ടപ്പെട്ടതായും മറ്റേയാൾ വർഗവഞ്ചന നടത്തിയതായും അവർ പരസ്പരം രൂക്ഷമായ വിമർശനം നടത്തിയതായും മൊഴിയുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ക്യാമ്പിന്റെ അടുത്ത് ഒരു ചെറിയ പുരയിടത്തിൽ ലിംബു എന്ന യുവാവുമൊത്ത് എന്റെ 2 ചെറിയ കൂട്ടുകാരുമൊത്ത് അല്പം കൃഷി തുടങ്ങി. അതിന്റെ രസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആപ്പിളും ഓറഞ്ചും ചോളവും എല്ലാമായി ഇതൊരു വല്ലാത്ത അനുഭൂതി തന്നെയാണ്. എന്നെ ഞാനാക്കി മാറ്റിയത്, അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ ഷില്ലോങ്ങിന്റെ മണ്ണാണെന്ന് ഞാനിന്ന് മനസ്സിലാക്കുന്നു. നമ്മളുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും ഒരു സുരക്ഷിതമില്ലാത്ത അവസ്ഥ. പെണ്ണായി പിറന്നതാണോ അവർ ചെയ്ത തെറ്റ്? എൻഡോസൾഫാൻ ബാധിച്ച കാസർഗോഡ് പോലുള്ള സ്ഥലത്ത് പോയി വായ തോരാതെ പാക്കേജുകൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കി മടങ്ങുന്ന നേതാക്കന്മാർ, നിത്യവൃത്തിക്ക് വേണ്ടി മത്സ്യബന്ധനത്തിന് കടലിൽ പോയി ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന പാവം മത്സ്യത്തൊഴിലാളികളുടെ ജീവന് വില കൽപ്പിക്കാതെ ഒരു ഇറ്റാലിയൻ കമ്പനിക്ക് വേണ്ടി വാദിക്കുന്ന നേതാക്കന്മാർ, ജീവിക്കാൻ അത്യധികം കൊതിയുള്ളപ്പോഴും റോഡിൽ, യുദ്ധത്തിൽ, രോഗപീഠയിൽ മരണപ്പെടാൻ അങ്ങനെ ഒരുപാട് സാധ്യതകൾ നാട്ടിലും സൈന്യത്തിലും സജീവമായിരിക്കുമ്പോഴും എന്തിനാണ് മനുഷ്യരിങ്ങനെ കൊല്ലുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനെക്കുറിച്ച് ഒരു സൈക്കോളജിക്കൽ പഠനത്തിന് ഉത്തരവിടണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു. ഈ അവസരത്തിൽ നാട്ടിലെ പാടവും പറമ്പുമൊക്കെ എങ്ങനെയുണ്ടെന്നറിയാൻ വല്ലാതെ കൊതി തോന്നുന്നുണ്ട്. കോളിൽ ഇത്തവണ 100 മേനി കിട്ടിയോ? കൃഷിഭവന്റെ കുറെ ആനുകൂല്യങ്ങളും പുതിയ കൃഷി സംവിധാനങ്ങളും നാട്ടിൽ എത്തിത്തുടങ്ങിയെന്ന് കഴിഞ്ഞ കത്തിൽ നമ്മുടെ ശ്രീധരേട്ടൻ പറഞ്ഞിരുന്നു. മൂപ്പര് നല്ല ഫോമിലാണത്രേ. ചെറിയാൻ ചേട്ടന്റെ ഭൂമിയും പാട്ടത്തിനെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു. നന്നാവട്ടെ. നമ്മുടെ നാടിനെ ഇങ്ങനെ ബാധിച്ചു തുടങ്ങിയ ആ പാണ്ട് രോഗം മാറി വീണ്ടും പച്ചപ്പ് നിറയട്ടെ. അതിനുള്ള ഫേസ് ക്രീമുകളൊക്കെ നമുക്കിങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കാം. എന്തേ? ഇത്രയെല്ലാം കൺമുമ്പിൽ നടന്നിട്ടും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതിഷേധിക്കാത്തത്? രാജ്യത്തിന്റെ അസന്തുലനാവസ്ഥ ആദ്യം മനസ്സിലാക്കുന്നത് എഴുത്തുകാരാണ്. എന്നിട്ട് നിങ്ങൾ പ്രതികരിക്കാത്തത് എന്തേ? നിങ്ങളും പാശ്ചാത്യ സംസ്കാരത്തിന്റെ പിന്നാലെ പാഞ്ഞുവോ? അതോ മുതലാളിത്ത വ്യവസ്ഥയുടെ കൂടെ നിന്നുവോ? രാഷ്ട്രീയ പ്രമാണിമാർ നിങ്ങളുടെ വായ മൂടിയോ? മരണപ്പെട്ടവർക്ക് തീവ്രവാദി ബന്ധമില്ലെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. മൃതദേഹങ്ങളിൽ നിന്നുള്ള ചോര പരസ്പരം കൂടിക്കലർന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒഴുകിക്കിടന്നിരുന്നു. അതിന്റെ നിറം ചുവപ്പായിരുന്നു എന്ന് ക്യാപ്റ്റൻ പ്രശാന്ത്, ഇന്റലിജൻസ്, നോർത്ത് ഈസ്റ്റ്. അപ്പോ ഏതായാലും തൽക്കാലം നിർത്തുകയാണ്. പ്രാർത്ഥനയിൽ എന്നും നാടും നാട്ടാരുമുണ്ട്, തിരിച്ചുമുണ്ടെന്ന് വിശ്വസിക്കുന്നു.